ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. പച്ചരി കൊണ്ട് ഇതുപോലെ കേക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു കേക്കാണ്. ഇപ്പോൾ ഞാനിതാ കൈകൊണ്ട് ഇതുപോലെ ഞെക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെ ഇരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനിതുപോലെ പൊട്ടിച്ച് കാണിച്ചു തരാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. 3 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിത് കുതിരാനായിട്ട് വെച്ചിരുന്നത്. എത്രത്തോളം കുതിരാനായിട്ട് വെക്കുന്നോ അത്രയും നന്നായിരിക്കും. റേഷൻ പച്ചരിയോ സാദാ പച്ചരിയോ ഏത് പച്ചരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ഇതുപോലെ വലിയ സ്പൂൺ അളവിൽ 2 സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സ്പൂണും ഇതുപോലെ നിറയെ എടുത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് 1 കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഈ കേക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനുള്ളതല്ല. ഇതെല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ പാല് മാത്രം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ മാവ് പൊങ്ങി വരുമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് മാവ് അയഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ മാവിൻ്റെ പരുവം ഞാനിപ്പോൾ കോരി കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത്. ഇതുപോലെ കേക്ക് തയ്യാറാക്കാനായിട്ട് മാവ് നല്ല കട്ടിയാവരുത്, എന്നാൽ നല്ല ലൂസും ആവരുത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ള 4 സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. 4 സൈസ് വലിപ്പത്തിലുള്ള ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരേ സൈസ് വലിപ്പത്തിലുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ കിട്ടും. ഞാൻ ഇതുപോലെ ഓരോ ഗ്ലാസ്സിലും ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ വക്ക് വരെയും നമ്മൾ സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് റെഡി ആകുമ്പോൾ ഇളകി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഓരോ ഗ്ലാസ്സിലും മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ 1/4 ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് വെന്ത് വരുമ്പോൾ മാവെല്ലാം പൊങ്ങി മേളിൽ വരെ വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതിൽ ഒരു ഗ്ലാസ്സിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറ്റേ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ടും വെന്ത് വരുമ്പോൾ 4 ഗ്ലാസ് കേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1 കപ്പ് പച്ചരിയിലാണ് നമുക്കിതുപോലെ കിട്ടിയിട്ടുള്ളത്. ഇനി വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിന് മുകളിലേക്കായിട്ട് ഉണക്കമുന്തിരി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് 4 ഗ്ലാസും ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 40 മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് കിട്ടാനായിട്ട്. ഇത് ഉള്ളൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ഒന്നുകിൽ ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ ഒന്ന് നനച്ചതിന് ശേഷം കുത്തി കൊടുത്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിനും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്ക് ഈ ഗ്ലാസ് കമിഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് ഇളകി കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടി. ഭയങ്കര സിമ്പിളല്ലേ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്.
അപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് പോലുള്ള പഞ്ഞ് പോലുള്ള ഒരു അടിപൊളി കേക്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.